കോതമംഗലം ബ്ലോക്കിൽ ഉന്നതി നൈപുണ്യ പരിശീലന പരിപാടിക്ക് തുടക്കം. 2018-19 കാലയളവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ കുടുംബങ്ങളിൽ നിന്നുമുള്ള യുവതീ-യുവാക്കൾക്കായാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലനം ആരംഭിച്ചത്. 2018-19 കാലയളവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ കുടുംബങ്ങളിൽ നിന്നും 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതീ-യുവാക്കൾക്കായി സ്വയം തൊഴിൽ പരിശീലിപ്പിച്ച് സംരംഭകരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലനം ആരംഭിച്ചത്. നെല്ലാട് RSETAയുടെ നേതൃത്വത്തിലുള്ള ട്രെയിനർമാരാണ് പരിശീലനം നൽകുന്നത്. അച്ചാർ നിർമ്മാണം, പപ്പട നിർമ്മാണം, കറി മസാല നിർമ്മാണം തുടങ്ങിയവയ്ക്കാണ് പരിശീലനം നൽകുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നൽകുന്ന കൂലി 10 ദിവസത്തേക്ക് പരിശീലകർക്ക് നൽകിക്കൊണ്ട് സൗജന്യ പരിശീലനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. സ്വയം തൊഴിൽ എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിത നിലവാരം, അതുപോലെ കുടുംബത്തിലെ വലിയ പ്രാരാബ്ധങ്ങൾ മുന്നെടുത്ത് പോകുമ്പോൾ അവർക്ക് സ്വന്തമായി ഒരു വരുമാന സ്രോതസ് ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇവിടെ അച്ചാറ്, പപ്പടം, അതോടൊപ്പം തന്നെ മറ്റ് മസാലകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിപുലമായ ഒരു ട്രെയിനിങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദിവാസി മേഖല ഉൾപ്പെടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജില്ലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലുകൾ നൽകുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. ഗ്രാമീണ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും കൂടിയാണ്. അത്തരത്തിൽ എപ്പോഴും മികച്ച പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഉന്നതി നൈപുണ്യ പരിശീലനം എന്ന പേരിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, BDO ഡോക്ടർ S അനുപം, ജോയിന്റ് BDO സുരേഷ് നായർ, ട്രെയിനർ ശ്രീജ PK, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫൗസി നാസർ, മായാമോൾ PK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.